സിമ്പിളായിട്ടുള്ള ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ നമുക്ക്. ഇതേ മൈദയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമേ. ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും മുളക് പൊടിയും വിനാഗിരിയും കൂടി ചേർത്ത് നല്ലൊരു സ്ലറി രൂപത്തിലാക്കി മാറ്റി വെക്കാമേ. നമ്മൾ കോളിഫ്ലവർ പൊരിച്ച് വെച്ചിട്ടുള്ള അതേ എണ്ണയിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കുറച്ച് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് അതിലോട്ട് ഡൈസ് ചെയ്തിട്ടുള്ള അനിയൻസും ക്യാരറ്റ് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ലറി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും എത്ര ആവശ്യം അത്ര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. സിമ്പിളല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേണമെങ്കിൽ മല്ലിച്ചപ്പൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സിമ്പിളായിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വെജ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് കൂട്ടി പിടിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.